നമസ്കാരം. മലയാളികളെ എക്കാലത്തും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത ചിത്രങ്ങളാണ് ശ്രീനിവാസൻ, സത്യനന്ദിക്കാട് ടീം ഒരുക്കിയത്. സന്മസ്ലോർക്ക് സമാധാനവും ടി.പി. ബാലഗോപാലൻ എം.എയും നാടോടിക്കാറ്റും പട്ടണപ്രവേശവും ഒക്കെ തന്നെ നമ്മളെ ഇന്നും ചിരിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. ചിന്തിപ്പിക്കുകയും ചെയ്യും അതിനൊപ്പം തന്നെ. പക്ഷേ ഇതിലേറെ ശ്രദ്ധേയമായൊരു ചിത്രമാണ് സന്ദേശം. ഇന്നും നമ്മുടെ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ തന്നെ രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇന്നും കടമെടുക്കുന്നത് ഈ സിനിമയിലെ ഡയലോഗുകളാണ്. നമുക്കറിയാം ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ശ്രീനിവാസനെ സിനിമയിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന്. കെ ആർ പ്രകാശൻ എന്ന ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കോൺഗ്രസ്സുകാരനാണ്. അത് എപ്പോഴും ഖദർ ധരിച്ച് വെളുക്കെ ചിരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രം. അതേസമയം ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ കോട്ടപ്പള്ളി ആകട്ടെ ഒരു തികഞ്ഞ സഖാവാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണ്. പക്ഷേ ഒന്നും തന്നെ നടപ്പില്ല എന്നുള്ള കാര്യം വളരെ വൈകി മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ശങ്കരാടി അവതരിപ്പിക്കുന്നവർ. ശങ്കരാടിക്ക് മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്നൊരു കഥാപാത്രമാണ് അവരുടെ പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യനായ സുകുമാരപിള്ള സാർ. ഈ കഥാപാത്രം പറയുന്നത് എന്താണ് എന്ന് ആർക്കും ഒരിക്കലും മനസ്സിലാവുകയില്ല. ഇയാൾ തികഞ്ഞ സൈദ്ധാന്തിക ഭാഷ ഉപയോഗിക്കുന്ന ഒരാളാണ്. ആർക്കും ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാകാത്ത അങ്ങനെ പാർട്ടി അണികൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പാർട്ടി ക്ലാസ്സിൽ താൻ സ്റ്റഡി ക്ലാസ്സിന് വരാത്തതുകൊണ്ടാണ് കുഴപ്പമെന്ന് ശ്രീനിവാസൻ്റെ കോട്ടപ്പള്ളി പറയുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. ഒരു തത്വം പ്രസംഗിക്കുകയും അതൊന്നും തന്നെ ജീവിതത്തിൽ നടപ്പിലാക്കാതിരിക്കുക, അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ അന്ന് ഇന്നും ഉള്ള ചില പാർട്ടി സൈദ്ധാന്തികന്മാർ, അല്ലെങ്കിൽ CPM സൈദ്ധാന്തികന്മാരെ തന്നെയാണ് ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിലൂടെ കളിയാക്കി കൊല്ലുന്നത്. അമ്പലത്തിൽ പോകരുത്, ദൈവമില്ല, ക്ഷേത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുലർച്ചെ ആരും കാണുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ പോകുന്ന രണ്ട് ഇടതുപക്ഷക്കാർ, അതായത് ശ്രീനിവാസൻ്റെ കഥാപാത്രം കോട്ടപ്പള്ളിയും ശങ്കരാടി ധരിപ്പിക്കുന്ന കഥാപാത്രം സഖാവ് സുകുമാരപിള്ള സാറും അവർ പരസ്പരം പറയുന്നു, ഇതാരോടും പറയരുത്. ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ ഞാനും ഇവിടെ പോയിരുന്നു എന്ന് പറഞ്ഞ്, എന്നാൽ ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയരുത് എന്ന് പറയുന്ന സൈദ്ധാന്തികൻ. വിവാഹം കഴിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങളെന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ശങ്കരയുടെ കഥാപാത്രം. അതുപോലെ അതിൽ ഓരോ കഥാപാത്രം എന്തിനേറെ ഡൽഹിയിൽ നിന്നെത്തുന്ന ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം യശ്വന്ത് സഹായിജി ശരിക്കും കോൺഗ്രസിൻ്റെ ഡൽഹിയിൽ നിന്നെത്തുന്ന തനി പഴയകാല ഹൈക്കമാൻഡ് നേതാക്കളുടെ ഒരു യഥാർത്ഥ പ്രതിനിധിയാണ്. അയാൾക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും അറിയേണ്ടതില്ല. എല്ലാവരും ഹിന്ദി പഠിക്കുക, ഹിന്ദി അറിഞ്ഞുകൂടാത്തവരൊന്നും ഇവിടെ ജോലിക്കെടുക്കാൻ പാടില്ല, അതുപോലെ അത്യാഡംബര ജീവിതം, എനിക്ക് കരിക്കും വെള്ളം വേണം, എനിക്ക് പ്രത്യേക ഭക്ഷണം വേണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന കഥാപാത്രം. ഇതിലെ നിസ്സാര ചെറിയ കഥാപാത്രങ്ങൾ പോലും, അതായത് ബോബി കൊട്ടാരക്കർ അവതരിപ്പിക്കുന്ന ഉത്തമൻ എന്ന ഒരു സാധാരണ പാർട്ടി സഖാവിൻ്റെ കഥാപാത്രമൊക്കെ തന്നെ ഇന്നും ആ കഥാപാത്രങ്ങൾക്ക് പ്രസക്തിയുണ്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ചുറ്റും കാണുന്ന ഈ കോൺഗ്രസ്സുകാരാണെങ്കിലും CPMകാരാണെങ്കിലും ഒക്കെ തന്നെ ഏതാണ്ട് ഇതേ ലൈനിൽ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. BJP പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളും തന്നെ അന്ന് ആ സിനിമയിൽ ഇല്ലായിരുന്നു. അന്ന് ഒരുപക്ഷെ BJP ഇന്നത്തെ നിലയിലേക്ക് എത്തിയിരുന്നില്ല. തുടക്കകാലമായിരുന്നു. 1980കളുടെ പകുതിക്ക് ശേഷം വന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ 91 ഇറങ്ങിയ ഈ സിനിമയിൽ നമ്മളൊന്ന് ഓർക്കണം, ഈ സിനിമ റിലീസ് ചെയ്ത് 1991 ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഇന്നത്തെ പല കഥാപാത്രങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. കാരണം നമുക്കറിയാം ഇതിൽ പറയുന്ന ആളുകൾ ആരാണ്, ശ്രീനിവാസൻ ഉദ്ദേശിക്കുന്ന നേതാക്കന്മാരാരാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും അതിലെ സംഭാഷണങ്ങൾ, അതിലെ ഡയലോഗുകളൊക്കെ തന്നെ എക്കാലത്തും കാലാതിവർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എല്ലാ കാലവും നിലനിൽക്കും. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി, പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി എത്ര കൃത്യതയോടുകൂടിയാണ് ശ്രീനിവാസൻ നിരീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സിനിമയുടെ തിരക്കഥ എഴുതി കൊടുത്തതിന് ശേഷം ശ്രീനിവാസൻ സത്യനന്ദിക്കാടിനോട് പറഞ്ഞത് ഇതിലെ ഒരു വരി പോലും എഡിറ്റ് ചെയ്യേണ്ടി വരില്ല, മാറ്റേണ്ടി വരില്ല എന്നാണ്. ഞാൻ പക്ക കൃത്യമായ സ്ക്രിപ്റ്റാണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. അത് നമുക്ക് ഇന്നും കാണുമ്പോൾ മനസ്സിലാവും. അത്തരത്തിലൊരു ആത്മവിശ്വാസത്തോടു ഒരു തിരക്കഥാകൃത്ത് സംവിധാനത്തോട് കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ശ്രീനിവാസൻ അന്ന് ഇത് എഴുതിയിരുന്നത് എന്ന്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളും ഒരു ജോലിയും ചെയ്യാതെ രാഷ്ട്രീയം മാത്രം തൊഴിലാക്കി നടക്കുന്ന ഒരാളുടെ ജീവിതമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ തിലകൻ്റെ കഥാപാത്രം, അതായത് ശ്രീനിവാസൻ്റെയും ജയറാമിൻ്റെയൊക്കെ അച്ഛനായി വരുന്ന കഥാപാത്രം പറയുന്നുണ്ട്, രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ അന്തസ്സുള്ള നല്ല മിടുക്കന്മാർക്ക്, നല്ല മനുഷ്യർക്കുള്ള ജോലിയാണ്, അതല്ലാതെ ജോലിയും കൂലിയില്ല നടക്കുന്നവർക്കുള്ള ഏർപ്പാടല്ല എന്നും പണി ചെയ്ത് ജീവിക്കണമെന്നും. അവസാനം ഇവരെല്ലാവരും ശ്രീനിവാസനും ജയറാമൊക്കെ തന്നെ ഓരോ ജോലി അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ജോലി അന്വേഷിച്ച് പോകുന്നതും, കൊടി പിടിക്കാനാകുന്ന സ്വന്തം അനിയൻ്റെ കൊടി വലിച്ചൊടിച്ച് ദൂരെ എറിഞ്ഞ് അയാളെ ഓടിച്ചു വിടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ സമൂഹത്തിന് നേർക്ക് ഉയർത്തുന്ന വലിയൊരു ചോദ്യമാണിത്. ഇത് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർക്ക് ഉള്ളിൽ കൊണ്ടൊരു സിനിമയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കിക്കൊണ്ട് നടക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നും അവരുടെ അണികൾ
സ്വന്തമായി ഇവരെ പോലെ വരുമാനമോ അല്ലെങ്കിൽ അഴിമതിയോ നടത്താൻ കഴിയാത്ത അണികളെ എത്ര ദുരിതപ്പെട്ടാണ് സ്വന്തം അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ ചെലവിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യനന്ദിക്കാടും ശ്രീനിവാസനും ഒന്നിക്കുന്ന സിനിമകളൊക്കെ തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു അക്കാലത്ത്. സന്മാർക്കൊക്കെ സമാധാനം, ഗാന്ധിജൻ, സക്കർ സ്ട്രീറ്റ്, ഇതിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ശ്രീനിവാസനെ വളരെ വ്യത്യസ്തനായ ഒരു കഥാപാത്രമായിട്ടാണ്. കാരണം സാധാരണഗതിയിൽ ഒരു നടൻ തിരക്കഥ എഴുതുകയാണെങ്കിൽ അയാളെ ഒരു വലിയ മഹത്വമുള്ള ഒരു കഥാപാത്രമായിട്ടായിരിക്കാം സാധാരണ എഴുതുന്നതും അവതരിപ്പിക്കുന്നതും. തന്നെ ശ്രീനിവാസൻ്റെ തിരിച്ചാണ്. തന്നെ ഒരു വളരെ മോശക്കാരനായി ഒട്ടുമിക്ക സിനിമകളിലും ശ്രീനിവാസൻ തിരക്കഥ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം വീണ്ടും വർദ്ധിപ്പിക്കുന്നത്. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, അതുപോലെ സന്മാർക്കൊക്കെ സമാധാനം, ഇതിലൊക്കെ തന്നെ നമുക്ക് ശ്രീനിവാസൻ്റെ നേറ്റീവ് ടച്ച് എന്ന് പറയാൻ കഴിയില്ലേ പോലും ഒരു അല്പം ഹാസ്യം കലർന്ന അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ തന്നെ ശ്രീനിവാസൻ എന്ന വളരെ ശക്തനായ തിരക്കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജോലി തനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മലയാള സിനിമയെ ബോധ്യപ്പെടുത്തിയ ഒരു തിരക്കഥാകൃത്തും സംവിധാനം തന്നെയാണ് ശ്രീനിവാസൻ. അതിന് സത്യനന്ദിക്കാടും പ്രിയദർശനും ഒക്കെ ഒരുമിച്ച് ചേർന്നപ്പോൾ ആ സിനിമകൾ കൂടുതൽ മഹത്തരമായി തീരുകയും അവയെല്ലാം തന്നെ കാലാതിവർത്തിയായി ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു.